നിങ്ങളുടെ ആളും അർത്ഥവും നിങ്ങൾക്ക് തന്നെ നാശമാണ്. അത് അള്ളാഹ്ക്കൊരു നാശവും വരുത്തൂല. നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരു പോറലേൽക്കൂല നമുക്ക് എന്നല്ല, അള്ളാഹ്ക്ക് പോറലേൽക്കൂല എന്നാ. നമുക്ക് പോറലേൽക്കാം, ഉറപ്പല്ലേ? നമുക്ക് പോറലേൽക്കാം, അള്ളാഹ്ക്ക് പോറലേൽക്കൂല എന്നാ. അത് സംശയം എന്താ? അള്ളാഹ്ക്കൊരു പോറലേൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പോറലേൽക്കാം. അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കണം. അവരുടെ സമ്പത്തിൻ്റെയും ആൾബലത്തിൻ്റെയും ദുരന്തം ആരനുഭവിക്കേണ്ടി വരും? വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരും. അത് തിരുനബിയും സഹാബത്തും അനുഭവിച്ചിട്ടുണ്ട്. മക്കയിൽ ഉണ്ടല്ലോ, ഉണ്ട്. പിൽക്കാലത്തും ആ ചരിത്രം തുറന്നിട്ടുണ്ട്, മുമ്പും സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ നേതൃത്വം കൊടുത്ത് ഇസ്ലാമിക സമുദായം നയിക്കപ്പെട്ടിരുന്ന കാലഘട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാ. അവർ വിറകൊള്ളിക്കപ്പെട്ടു. അല്ല പറയാ, പ്രവാചകന്മാർ ഇസ്ലാമിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് സമൂഹങ്ങളെ നയിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്രവാചകന്മാരും വിശ്വാസികളും വല്ലാതെ കടുത്ത പീഡനങ്ങളാൽ, മർദ്ദനങ്ങളാൽ വിറകൊള്ളിക്കപ്പെട്ടു. വസുൽസിലു, അവർ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു, എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ തന്നെയും പറഞ്ഞുപോയി. വല്ലദീന മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളും, മത്താ നസ്റുല്ലാ, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് ഇനി അള്ളാഹ് സഹായിക്കുക? അല്ല ഇപ്പം സഹായിച്ചില്ലെങ്കിൽ നമ്മളെന്തായി പോകും? അന്ന് പറയുന്ന അവസ്ഥയോളം അവർക്ക് സംഭവിച്ചെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് പോറലേൽപ്പിക്കാൻ പറ്റില്ല, നമുക്ക് പോറലേൽക്കും. അത് ഇസ്ലാമിൻ്റെ മാർഗത്തിലെ പരീക്ഷണമാണ്. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നിഷേധികൾക്കുള്ള ശക്തമായ താക്കീതാണ്. ഇവിടെ നിഷേധികളെ കുറിച്ചാണ് പറഞ്ഞത്. കാഫിർ എന്നാണ്, ഇന്നല്ലദീന കഫറു, കാഫിറായവർ എന്നാണ്. കാഫിറാകുന്ന അവസ്ഥയെ നാം പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിൻ്റെ ബലത്തിൽ കുഫറിൻ്റെ ഇനങ്ങളെ 10 നമ്പറിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ധാരണ, നമ്മളിത് മനസ്സിലാക്കിയെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു നമ്മുടെ സമുദായം. നമ്മുടെയൊക്കെ ധാരണ, നമ്മളൊക്കെ എല്ലാം തികഞ്ഞ മുസ്ലിമാണ്. നമുക്ക് അപ്പുറത്തുള്ളവരൊക്കെ സമുദായത്തിൻ്റെ പ്രവർത്തനം കാഫ് എന്നാണല്ലോ. അവൻ കാഫാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ലാഘവമാണ്. ഇവൻ മീമാണ്, ഇവൻ സ്വർഗത്തിലേക്ക്, അവൻ ഹോൾസെയിൽ നരകത്തിലേക്ക്, ഇങ്ങനെയാണ്. എന്നാൽ സഹോദരന്മാരെ, കുഫറിന് 10 ഇനങ്ങളുണ്ട്. കുഫറാകുന്ന അവസ്ഥ 10 രീതിയാണ്. ആ 10 രീതി ശരിക്കും മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അതിൽ 10 എണ്ണം അതിൻ്റെ വിശദാംശങ്ങൾ ചേർന്നതാ. കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ 7 പോയിന്റ് പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അതിൻ്റെ വകഭേദങ്ങളായി 3 എണ്ണം കൂടി എൻ്റെ കൂടെ ചേർക്കാം പറഞ്ഞു വരുമ്പോൾ. ഒന്ന്, ഒരിനം കുഫർ അള്ളാഹുവിനെ സമ്മതിക്കാതിരിക്കുക, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് സമ്മതിക്കാതിരിക്കുക. ശുദ്ധ നിരീശ്വരവാദം, വേഗം മനസ്സിലാവും. ശുദ്ധ നിരീശ്വരവാദം, നാസ്തികവാദം എന്ന് പറയുന്ന കുഫ്ര, ഒരു കുഫർ ഇവിടെ ഉണ്ട്. അത് വേഗത്തന്നെ വേർതിരിച്ചെടുക്കാം, എല്ലാവർക്കും മനസ്സിലാകും കുഫർ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ഒരിനം അള്ളാഹുവിനെ സമ്മതിക്കുന്നു, ദൈവമുണ്ടെന്ന് സമ്മതിക്കുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു തരം ദൈവവിശ്വാസികളുണ്ട്. അവർ ഈശ്വരനുണ്ടെന്ന് സമ്മതിക്കും. ഈശ്വരൻ നൽകിയ, പ്രപഞ്ചനാഥൻ നൽകിയ ആജ്ഞാനിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ അറിയുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ആ ശരിയുടെ മാർഗ്ഗം സഞ്ചരിക്കുകയോ ചെയ്യൂല. ദൈവത്തിൽ വിശ്വാസമുള്ളവരാ, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മറിച്ച് ആ ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഒരു നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നുണ്ടാവില്ല. അവർ സാധാരണഗതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ അറിഞ്ഞുകൊണ്ടത് അംഗീകരിക്കുന്ന രീതിയില്ല. എല്ലാ മതത്തിലും ഇത്തരക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്രൈസ്തവ സമൂഹത്തിലുണ്ട് കുർബാനക്കോ അല്ലെങ്കിൽ ആരാധനക്കോ ഒക്കെ പോകുന്ന, എന്നാൽ ജീവിത രീതി അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് നയിക്കാത്തവർ ഹൈന്ദവ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമുദായത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവരും 27-ാം വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പള്ളിക്ക് വരുന്നവരും പെരുന്നാളിന് മാത്രം വരുന്നവർക്ക് ഈ മഹലിൽ വരെ അത്ര ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ അവർക്ക് ഒരു കള്ളും കുടിച്ച് പെണ്ണും പിടിച്ചൊക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെ നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കുഫറുണ്ട്. അവർ അള്ളാഹിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കാതിരിക്കുകയും അള്ളാഹുവിനെ സമ്മതിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന കുഫർ, ഈ കുഫറിൽ ആരാ പ്രതി? നമ്മുടെ സമുദായത്തിൽ ചെയ്ത് നമ്മളൊക്കെ പ്രതികളാണ്. അഥവാ അള്ളാഹ് ഉണ്ടെന്ന് പറയുകയും അള്ളാഹിൻ്റെ കൽപ്പന പാലിക്കാതെ ചെയ്യുന്നവർ, അത് കുഫ്രാ. അവർ പേരിന് മുസ്ലിമീങ്ങൾ തന്നെ, പക്ഷെ അതിനെ കുഫറില്ല ഇസ്ലാം എണ്ണ. അപ്പം കാഫിരീങ്ങളെ പുറത്ത് തിരയും മുമ്പ് അകത്ത് തിരയണമെന്നാ. അതാണ് തിരിച്ചറിവ്. പുറത്തുള്ളവരെ കാഫിറാക്കുമ്പോൾ അകത്തുള്ള കാഫിരീങ്ങളെ കണ്ടെത്തണം.
അവരോടാണ് നമുക്കിപ്പോൾ സമരം ചെയ്യേണ്ടത്. അവരാണ് വലിയ ഫിത്നക്കാർ. പുറത്തുള്ള കാഫിരോട് നിൽക്കട്ടെ. അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവന് സൗകര്യമുണ്ടല്ലോ. ഇത് സമ്മതിച്ചിട്ട് നിഷേധിക്കുന്നവൻ എന്താ ചെയ്യുക? അറിഞ്ഞിട്ട്, അള്ളാഹുവിനെ അറിഞ്ഞിട്ട് സമ്മതിക്കാതെ നമുക്കെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു കൂട്ടർ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ തുരങ്കം വെക്കുന്നവരാണ് കപ്പൽ പൊളിക്കുന്നവർ. അവരാണ് ഈ സമുദായത്തെ നശിപ്പിക്കുക എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മളിത് മൊത്തം മീമായി കൂട്ടിയിട്ട് പുറത്തുള്ളവനെ കാഫിറാക്കിയിട്ട് അവനെതിരെ ആയുധവും അവനെ സന്നാഹവും നയിക്കുന്നതിൽ എന്ത് അർത്ഥമാണെന്ന് സഹോദരന്മാരെ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. മൂന്നാമത്തെ ഇനം, അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിനൊത്ത് ജീവിക്കണം എന്ന് അംഗീകരിക്കുന്നു. അള്ളാഹ് പറഞ്ഞ പോലെ തന്നെ ജീവിക്കേണ്ടത്, അത് സംശയമൊന്നുമില്ല, അതൊക്കെ അംഗീകരിക്കും. എന്നാലോ ഇത് അംഗീകരിക്കുന്നതോടൊപ്പം പ്രവാചകനെ അംഗീകരിക്കൂല. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഞങ്ങൾ ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കും. ഖുർആൻ സുന്നത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംവിധാനം ഉണ്ടായിരുന്നല്ലോ ഇടക്കാലത്ത്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, നമ്മുടെ ചേകനൂരിൻ്റെ ഒക്കെ ആളുകൾ, അങ്ങനെയുണ്ട് ഒരു ടീമുണ്ടായത്. അങ്ങനെ ചില രീതി പിന്തുടരുന്ന ആൾക്കാരുണ്ട്. ഖുർആനൊക്കെ അംഗീകരിക്കും, ഖുർആനിലെ വിശ്വാസമൊക്കെ അംഗീകരിക്കും. പക്ഷെ പ്രവാചകനെ അംഗീകരിക്കൂല. പ്രവാചകൻ കൊണ്ടുവന്ന രീതി അംഗീകരിക്കൂല, ഖുർആനെ അംഗീകരിക്കും. ഇത് കുഫ്ര. അതിനെ കുഫ്ർ എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെ അംഗീകരിക്കുകയും പ്രവാചകനെ നിഷേധിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, അവർ പരസ്യമായിട്ട് പ്രവാചകനെ തള്ളിപ്പറയാത്തത് ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അവരുടെ രീതിശാസ്ത്രം മൊത്തം പ്രവാചക നിഷേധത്തിന്